നേര്യമംഗലം വില്ലാഞ്ചിറയിൽ 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായി പരാതി. 75 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികൾ തടസ്സപ്പെടുത്തി എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ ഭാഗത്ത് നാഷണൽ ഹൈവേ പുനർനിർമ്മാണം നടക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. NH നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതായി ആക്ഷേപമുയരുന്നു. നേര്യമംഗലം വില്ലാഞ്ചിറയിൽ 25ഓളം കുടുംബങ്ങൾ 75 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന വഴികളാണ് നാഷണൽ ഹൈവേ പുനർനിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ടിരിക്കുന്നത്. ജനപ്രതിനിധികളായിട്ടുള്ള ചർച്ചയ്ക്കിടെ റാമ്പ് കെട്ടി വഴി നൽകാമെന്ന വാക്ക് നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ വഴിയിലൂടെ സഞ്ചരിച്ച രാധ എന്ന വീട്ടമ്മ വീണ് കൈയൊടിയുകയുണ്ടായി. കൂടാതെ കുടിവെള്ള പൈപ്പ് ലൈനുകളും നശിപ്പിച്ച നിലയിലാണ്. ഇതോടെ ശുദ്ധജലം പോലും കിട്ടാത്ത അവസ്ഥ നേരിടുകയാണ് പ്രദേശവാസികൾ. NH നവീകരണത്തിന്റെ പേരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈജൻ ചാക്കോ പറഞ്ഞു. ഈ NHന്റെ സൈഡിൽ താമസിക്കുന്ന ആളുകൾ ഒരു 75 വർഷത്തിലധികമായി ഈ പ്രദേശത്ത് താമസക്കാരായിട്ടുള്ള ആളുകളാണ്. അവരിപ്പോൾ കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിടുകയാണ്. ഈ NHന്റെ പുനർനിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഏകദേശം 25ഓളം കുടുംബങ്ങൾക്ക് അവർ റോഡിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിലും ഇതിനു മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന 1.5 വർഷം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് RDOയുടെ മധ്യസ്ഥതയിൽ മീറ്റിംഗൊക്കെ വിളിച്ചപ്പോൾ അന്ന് ഈ ആളുകളുടെ വഴിയൊക്കെ വളരെ കൃത്യമായി വഴിക്കൊന്നും ഒരു പ്രശ്നമില്ല, സഞ്ചാര സ്വാതന്ത്ര്യം തടയില്ല എന്നല്ല ഉറപ്പ് NH അധികൃതർ തന്നിരുന്നു. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഈ വിഷയം ഇവിടെ പണി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ ആളുകൾക്കെല്ലാം റാമ്പ് കെട്ടി അവർക്ക് വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി കൊടുക്കുമെന്ന് നമ്മൾ വാക്കാൽ പറഞ്ഞിരുന്നു. ഇവിടെ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അവസാന നിമിഷം ഈ റാമ്പ് കെട്ടാനൊക്കെ ഇട്ടിരുന്ന സ്ഥലങ്ങൾ അതെല്ലാം പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത് മൂടി ആളുകൾക്ക് ഒരു രീതിയിലും വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആദ്യം സംസാരിച്ച രാധ എന്ന് പറയുന്ന ചേച്ചി, ആ ചേച്ചിയുടെ കൈ അതിലെ ഇവരെ ഈ കെട്ടിപ്പൊക്കിയ വഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. നിരവധി ആളുകൾക്ക് കുട്ടികളെ അവരുടെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുപോലെ നിരവധിയാകുന്ന വിഷയങ്ങൾ. ഇവർക്ക് കുടിവെള്ളം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാന തീർത്തപ്പോൾ ഇവരുടെ കുടിവെള്ള പൈപ്പ് ലൈനെല്ലാം പൊട്ടിപ്പോയി. ഒരു കുടിവെള്ള പൈപ്പ് ലൈൻ പോലും ഇവർ നന്നാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ജനങ്ങളെ ഈ NHന്റെ പേര് പറഞ്ഞുകൊണ്ട് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. ജയൻ പൈനാപ്പിളിൽ, രാധ ഇടപ്പേതിൽ, നാരായണൻ തേക്കനാട്ടുകുടിയിൽ, കൃഷ്ണൻകുട്ടി തടത്തിക്കുന്നിൽ, ജോൺസൺ കോക്കണ്ടത്തിൽ, ജോയ് പൗലോസ് പുല്ലൻ, ബിലാൽ, മുഹമ്മദ്, ജോസ് കോക്കണ്ടത്തിൽ, ജോസ് മണ്ണത്താനിക്കൽ, കബീർ, സാൻഡി മിറ്റത്താനിക്കൽ, സജി ചാക്കോ, കല്ലമ്പള്ളി, ചാക്കോ ദേവസ്യ, നാസർ അറമംഗലം, ജാൻസി ജയേഷ്, ആലിസ് ജോർജ്, കല്ലമ്പള്ളി, ബോസ് താഴത്തോട്ട് തുടങ്ങി 25 കുടുംബങ്ങൾക്കാണ് വഴി നിഷേധിക്കപ്പെട്ടത്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ നേതാക്കളും അപലപിച്ചു. ഞങ്ങൾ 10-60 വർഷമായി ഇവിടെ ജീവിക്കണം. പക്ഷേ ഇത്രയും കാലത്തിനോടടുക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് വഴി തരാം, വെള്ളം തരാം, എല്ലാം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടത്തോളം പണിത് വെച്ചത്. പക്ഷേ ഇപ്പം വഴിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഞങ്ങൾ 2 വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. 2 പെങ്കൊച്ചുങ്ങൾ നടന്ന് 2 കെട്ടിച്ചിട്ടും അതുങ്ങളാണ് ഞങ്ങളെ പോകുന്ന വരാത്ത കാര്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ആ വഴിക്കിലേക്ക് മണ്ണുങ്ങടെ ഇറക്കി ഇട്ട് ഇപ്പം ഞങ്ങൾക്ക് ഒട്ടും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ 2 വയസ്സായ എണ്ണങ്ങൾ രാവിലെ കയറി വന്ന് ഞങ്ങൾക്ക് പെട്ടിക്കട തുറക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് അത് തുറന്നെങ്കിലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പണി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഞങ്ങൾ വെള്ളമില്ല, വഴിയില്ല, ഞാൻ എൻ്റെ കൈ ഒടിഞ്ഞു, എല്ലാം കൊണ്ടും ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഈ കൈ ഒടിഞ്ഞ് വീണത് അങ്ങടെ ഇറങ്ങി വീണതാ. ഇറങ്ങി വീണ പൊടിമണ്ണ് പറഞ്ഞാണ് മതിയായി പൊക്കത്തിലുണ്ടാക്കി കുറഞ്ഞു. അതിനിടയ്ക്ക് എനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കുറച്ച് മണ്ണ് അവിടെ കൊണ്ടുപോയിട്ടത്. അത് ഇട്ടതും പൊടിമണ്ണ്. ആ പൊടിമണ്ണ് എനിക്ക് തൊടാൻ പറ്റാത്ത ആളാണ്. സിമെൻറ്റ് തറയടിക്കോ സോപ്പ് പൊടി എടുക്കോ ഒന്നും ചെയ്ത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞേക്കണേ. അതിനിടയ്ക്കാണ് ഞാനിപ്പോൾ ഈ പൊടിമണ്ണിക്കടെ ഇറങ്ങി നടന്നപ്പോൾ എൻ്റെ കാലിന് ചൊറിച്ചിലും കൂടി തുടങ്ങിയേക്കുവാണ്. ഈ 2 കാലും ഞാൻ അതിനിടയ്ക്ക് എനിക്ക് മുട്ടിന് തേയ്മാനം. ആ പൊടിമണ്ണിക്കടെ നടന്നപ്പോൾ എനിക്ക് കാലും കൊണ്ട് നടക്കാനും പറ്റില്ല. പിന്നെ 2 മുട്ടും വഴങ്ങൂല. എന്നെ കെട്ടിയ ആ കയറ് കെട്ടി തന്നിട്ട് ആ കയറിൽ പിടിച്ച് പുള്ളി പിന്നെ ഇവിടുന്ന് ഇറക്കി എന്നെ ഇപ്പോൾ ആ കൊച്ചു കയ്യെ പിടിച്ച് ഇറക്കിയില്ല. അതുപോലെ ഇറക്കിയതിന് ശേഷമാണ് ഞാൻ വടിയും കുത്തിയാണ് താഴോട്ട് ഇറങ്ങുന്നത്. മീഡിയ 60 കോതമംഗലം.